തണുത്ത അന്തരീക്ഷത്തിലാണ് 2 ദിവസമായി കേരളമുള്ളത്. ഇന്നിതാ ഡിസംബറും തുടങ്ങി. മഞ്ഞുകാലമല്ലേ, അതിന്റെ ആവാം തണുപ്പ് എന്നാണ് പലരും കരുതിയത്. അങ്ങനെ കരുതിയെങ്കിൽ അത് അപ്പാടെ തെറ്റി. ശ്രീലങ്കൻ തീരം കടന്ന് ഇന്ത്യൻ തീരത്തേക്ക് എത്തിയ ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നാണ് ഈ തണുപ്പൻ കാലാവസ്ഥയുള്ളത്. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ഭാഗമായുള്ള മേഘങ്ങൾ 2 ദിവസമായി കേരളത്തിന്റെ അന്തരീക്ഷത്തിന് മുകളിൽ നിൽക്കുന്നതാണ് പകൽ സമയത്തും തണുത്ത കാലാവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ഔട്ടർ ബാൻഡുകൾക്കും പുറത്താണ് കേരളം. എന്നാലും ചുഴലിക്കാറ്റിന്റെ ഭാഗമായി കേരളത്തിലേക്ക് കനത്ത തോതിൽ മേഘങ്ങൾ എത്തുന്നുണ്ട്. ഈ മേഘങ്ങൾ കാരണം സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുന്നതിന്റെ തോത് വളരെ കുറവാണ്. അതൊക്കെ കൊണ്ടാണ് അന്തരീക്ഷം ചൂട് പിടിക്കാത്തത്. ഇതാണ് പകലും രാത്രിയും താപനില കുറഞ്ഞു നിൽക്കുന്നതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം. ചുഴലിക്കാറ്റുകൾ സാധാരണഗതിയിൽ മേഖലയിലെ താപനില കുറയ്ക്കാറുണ്ട്. ഉയർന്ന അന്തരീക്ഷ പാളികളിലെ തണുത്ത വായുവിനെ അപ്പർ എയർ സർക്കുലേഷനുകളും ചുഴലിക്കാറ്റുകളും ന്യൂനമർദ്ദങ്ങളും താഴേക്ക് കൊണ്ടുവരും. തുടർന്ന് താഴ്ന്ന അന്തരീക്ഷ പാളിയെ തണുപ്പിക്കും. ഇതാണ് അന്തരീക്ഷം പെട്ടെന്ന് തണുക്കുന്നതിന്റെ മറ്റൊരു കാരണം. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്പൈറൽ ബാൻഡ് എന്നറിയപ്പെടുന്ന ഔട്ടർ ബാൻഡുകൾ ഈർപ്പത്തെ കേരളത്തിന് മുകളിലേക്ക് എത്തിക്കുന്നതും തണുപ്പിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഔട്ടർ ബാൻഡിൽ ആയതിനാലാണ് മൂടിക്കെട്ടി നിന്നിട്ടും കേരളത്തിൽ മഴ ലഭിക്കാത്തതിനും കാരണം. കൂടാതെ കേരളത്തിലേക്ക് ഉത്തരേന്ത്യൻ വരണ്ട കാറ്റിന്റെ സ്വാധീനവുമുണ്ട്. വടക്കൻ കേരളത്തിൽ രാത്രിയും പുലർച്ചെയുമാണ് തണുപ്പ് അനുഭവപ്പെടുന്നത്. എന്നാൽ തെക്കൻ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ പോലും മൂടിക്കെട്ടിയ കാലാവസ്ഥയും തണുപ്പുമാണ്. ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി കേരളത്തിലെ മിക്ക ജില്ലകളിലും ദിവസം മുഴുവൻ തണുത്ത അന്തരീക്ഷ സ്ഥിതി തുടരും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മേഘങ്ങൾ നീങ്ങി തുടങ്ങുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഡിറ്റ്വയുടെ ശക്തി കുറയുന്നതിനൊപ്പം കേരളത്തിൽ സൂര്യപ്രകാശവും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിത്തുടങ്ങും. വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നവംബർ 30-നാണ് ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തേക്ക് എത്തിയത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കൻ തീരത്തിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദമാണ് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചത്.